ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും യേശു ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ. ആ തിരിച്ചറിവാണ് ദൈവത്തിന് നമ്മളെ ആഴമായി സഹായിക്കാനുള്ള പ്രേരണ കർത്താവിൽ ഉളവാക്കുന്നത്. എനിക്ക് എൻ്റെ രീതിയിൽ തന്നെ നിന്ന് പോയാൽ എങ്ങും എത്താനാകുകയില്ല, എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. അങ്ങനെ പറയുന്നവരുടെ മുമ്പിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിനക്ക് വഴിയാകാമെന്ന്, ഞാൻ നിന്നെ ഉപദേശിക്കാമെന്ന്, ഞാൻ നിന്നെ മുന്നോട്ടേക്കുള്ള മാർഗം കാണിച്ചു തരാമെന്ന്. അങ്ങനെയുള്ള മനുഷ്യരോടാണ് കർത്താവ് പറയുന്നത്. എന്നിൽ ഞാൻ ശക്തനല്ല, എനിക്കതിനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല, അങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ ബലവാനാക്കാം, എൻ്റെ ശക്തി ഞാൻ നിനക്ക് നൽകി നിന്നെ ഞാൻ ബലവാനും ശക്തനുമാക്കി തീർക്കാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് സഹായത്തിന് ഒരു മാർഗവുമില്ല എന്ന് നമ്മൾ പറയുന്ന സമയത്താണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ഞാൻ നിന്നെ നിശ്ചയമായും ഈ കാര്യത്തിൽ സഹായിക്കാം. ഇത്ര ആധികാരികമായിട്ട് ദൈവത്തിൻ്റെ വായിൽ നിന്നും കർത്താവിൻ്റെ ഒരു സഹായവും ഇടപെടലും നമുക്ക് ലഭിക്കുവാൻ തക്കവിധമുള്ള ഒരു സൗഭാഗ്യത്തിലേക്ക് നമ്മൾ എത്തിയാൽ ആ സൗഭാഗ്യത്തെ വിളിക്കുന്ന വ്യക്തമായ പേരാണ് ആത്മാവിലെ ദാരിദ്ര്യം. യേശു ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, അതായത് ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ആകില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് പ്രാപിച്ച മനുഷ്യരെ കുറിച്ചാണ് യേശു ആ വാക്ക് പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന്. സ്വർഗം ഇങ്ങ് തയ്യാറായി നിൽക്കുകയാണ്. എവിടെയാണ് പോരായ്മ അനുഭവിക്കുന്ന മനുഷ്യൻ തന്നിലേക്ക് നോക്കി നിലവിളിക്കുന്നത്? എവിടെയാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരാൾ വിഷമിക്കുന്നത്? ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും. ഇന്ന് നിങ്ങളാൽ കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങളുടെ മുമ്പിലാണോ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നത്? നിങ്ങൾക്ക് പരിഹരിക്കാൻ വയ്യാത്ത പ്രോബ്ലങ്ങളെയാണോ നിങ്ങളിപ്പോൾ നേരിടുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊരു വലിയ മാറ്റത്തിൻ്റെയും വഴിത്തിരിവിൻ്റെയും സമയമായി മാറുകയാണ്. വാസ്തവമായും കർത്താവിൻ്റെ ആർദ്രതയുള്ള കൈകൾ നമ്മളെ ചേർത്ത് പിടിക്കുന്നതിന് നാം വിധേയരാകാൻ പോകുന്നു. സന്തോഷത്തോടും സ്നേഹത്തോടും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്ന് രാവിലെ കർത്താവിനെ സ്നേഹിക്കാം, യേശുവിനെ സ്തുതിക്കാം, യേശുവിനെല്ലാം മഹത്വവും നമുക്ക് അർപ്പിക്കാം. കാരണം നമ്മളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും അവിടുന്ന് വ്യക്തമായും മനസ്സിലാക്കുന്നു. എനിക്കിനിയും വേണം, എനിക്ക് ലഭിച്ചതൊന്നും പോരാ. ഇങ്ങനെ ഒരു നിലയിലേക്ക് നാം എത്തുമ്പോൾ യേശു ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ആകത്തില്ല എന്നുള്ള ഒരു വ്യക്തമായ അവസ്ഥ നാം കർത്താവിനോട് പറയുമ്പോഴാണ് നമ്മുടെ യേശു എത്രമാത്രം ശക്തനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തുടങ്ങാൻ പറ്റുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റും, ഞാൻ എൻ്റെ കാര്യത്തിൽ കുറച്ച് ബലവാനൊക്കെയാണ് എന്നുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് ദൈവത്തിൻ്റെ വലിയ സഹായമില്ലെങ്കിലും തട്ടിയും മുട്ടിയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. എന്നാൽ കർത്താവ്, എനിക്കൊരു ചൂട് പറിച്ചു വെക്കണമെങ്കിൽ ഈ സാഹചര്യത്തിൽ എനിക്ക് അങ്ങ് കൂടിയേ മതിയാകൂ, എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ അത്രത്തോളം തളർന്നാണ് നിൽക്കുന്നതെന്ന് പറയുന്ന നിങ്ങളെ നോക്കിയാണ് ഇന്ന് രാവിലെ കർത്താവ് പറയുന്നത്, നീ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ എല്ലാ വിഭവങ്ങളും ഞാൻ നിനക്ക് വേണ്ടിയാണ് തുറക്കാൻ പോകുന്നത്. ഞാൻ എന്നെ തന്നെ നിനക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. അത്രത്തോളം ആദരമായി ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാവിലെ നിങ്ങൾ തൊടുന്നു. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ ഒരു വചനമൊക്കെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന വചനമാണ്. ആത്മാവിൽ ദരിദ്രനൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇത് പൈസ ഇല്ലാത്തവരുടെ കാര്യം പറയുന്ന ഒരു വേദവാക്യമാണെന്നൊക്കെയാണ്. ഞാനിത് പണ്ടൊക്കെ അങ്ങനെയാണ് ധരിച്ചിരുന്നത്, എൻ്റെ വേദപഠനത്തിന് മുൻപ്. അപ്പം ദരിദ്രൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പൊതുവെ വരുന്നത് പൈസ ഇല്ലാത്ത ഒരാളെന്നുള്ള ഒരു ചിന്തയാണല്ലോ. അപ്പം ഇതിനെ ഭാഗ്യമാണെന്ന് പറയുമ്പോൾ പലരും പൈസ തെറ്റാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യത്തിലേക്കൊക്കെ വരാറുണ്ട്. ജീവിതത്തിൽ സമ്പത്തുണ്ടാകുന്നതോ അനുഗ്രഹീതമായ ജീവിതത്തിന് വേണ്ടതൊക്കെ കരുതുന്നതൊക്കെ ഏതാണ്ട് കൊള്ളുകയില്ലാത്ത കാര്യമായിട്ടൊക്കെ നമ്മളിൽ പലരും കാണുകയും ഇതൊക്കെ മതി എന്നുള്ള നിലയിൽ സ്വന്തം ജീവിതത്തിൻ്റെ വിശാലതകളിലേക്ക് മിഴി തുറക്കാതെ സ്വയം ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു മനസ്ചിന്തയിലേക്കൊക്കെ പലരും തെറ്റിദ്ധരിക്കപ്പെട്ട് വഴുതി വീഴുന്നതിന് ഇതൊക്കെ കാരണമാകാറുണ്ട്. എന്നാൽ ഇത് പണത്തെക്കുറിച്ചോ ഒരു വിധത്തിലുള്ളതായ ഭൗതിക മേഖലകളെക്കുറിച്ചോ ഒന്നും പറയുന്ന ഒരു വചനമേ അല്ല എന്നുള്ളതാണ് സത്യം. രണ്ട്, ആത്മാവിൽ ദരിദ്രം എന്ന് പറയുമ്പോൾ മനോബലമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് മെൻ്റലി വീക്കായവർ, അപ്പം എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. അങ്ങനെയുള്ളവരെ ദൈവം ഒത്തിരി അങ്ങ് കരുതുന്നു. ദൈവം അവരെ കരുതുന്നില്ലെന്നുള്ളതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ദൈവത്തോടുള്ള
ആധാരപരമായ ബന്ധമാണ് ഏറ്റവും വലുത്. എല്ലാ കാര്യവും ദൈവത്തിൽ കേന്ദ്രീകൃതമായി ചെയ്യുന്ന നിലയിലേക്ക് ഒരു മനുഷ്യൻ കർത്താവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ വയ്യാത്തവൻ എന്ന നിലയിൽ തൻ്റെ തന്നെ ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് യേശു ഇവിടെ വിവക്ഷിക്കുന്നത്. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, ഈ കർത്താവ് ഈ വചനം പറയുന്ന കാലത്തും ഇന്നും ഒരുപാട് പ്രാർത്ഥനാ ജീവിതവും ഇച്ചിരി ദൈവകൃപയൊക്കെ ഉള്ളവർക്കെല്ലാം പൊതുവെ പിടിപെടാവുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങളെല്ലാം തികഞ്ഞവരായെന്നുള്ളൊരു ചിന്ത. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയിൽ അത് നടക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചത് നടക്കുന്നു, എന്നെ കൊണ്ട് അത് സംഭവിക്കുന്നു, എനിക്കിത് ചെയ്യാൻ പറ്റുന്നു, ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുന്നു, ഞാൻ നന്നായിട്ട് പ്രവചിക്കുന്നു, ഞാൻ നന്നായിട്ട് രോഗശാന്തി നടത്തുന്നു, ഞാൻ പ്രാർത്ഥിച്ചവർക്ക് അതുണ്ടായി ഇതുണ്ടായി, ഇങ്ങനെയൊക്കെയുള്ളതായ ഒരു അവകാശവാദങ്ങളുടെ ഒരു നില നമ്മളിൽ പലരുടെയും അകത്ത് സ്വാഭാവികമായിട്ട് ഉടലെടുക്കും. പ്രിയപ്പെട്ടവരെ, അത് ഒരു തകർച്ചയുടെ ഭാഗമാട്ടോ, അത് തിരിച്ചറിയണം. നമ്മളാരും ഒന്നും ചെയ്യുന്നില്ല. യേശു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കുകയില്ലായിരുന്നു. അപ്പോൾ ആശയപരമായിട്ടും ആചാരപരമായിട്ടും ചിന്തിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദൈവപ്രവൃത്തി നടന്നാൽ അതിൻ്റെ കാരണം എന്താണ്? ജീസസ്, കർത്താവായ യേശുവാണ് അതിൻ്റെ കാരണം, അല്ലാതെ മറ്റൊന്നുമല്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് സത്യത്തിൽ സ്വന്തം ആത്മീയ നില മറന്നു പോകുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരൊക്കെ ദൈവബന്ധമില്ലാത്തവരെന്ന് വിവക്ഷിക്കുന്ന ആൾക്കാരല്ല സ്വന്തം നില മറക്കുന്നത്. ആത്മീയതയുടെ പ്രസരിപ്പ് കൂടിയവരാണ് പലപ്പോഴും തങ്ങൾ ആരാണ്, ഞങ്ങൾ എവിടെ നിൽക്കുന്നത്, എവിടെ നിന്നാണ് വന്നത്, എത്രത്തോളം എത്തി, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നിട്ട് ഒരു ചെറിയ ദൈവപ്രവൃത്തിയൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങ് നിഗളിച്ച് അഹങ്കരിച്ചു പോകുന്ന ഒരു തലത്തിലേക്ക് നമ്മളിൽ പലരും വീണു പോകാറുണ്ട്. അങ്ങനെ വീണു പോകുന്നവരെ കുറിച്ച് കർത്താവിനെന്നും സങ്കടമാണുള്ളത്. കാരണം ഞാനൊന്നും തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ മനസ്സ് വെക്കുമ്പോഴും നീ എല്ലാം ആയെന്നങ്ങ് ധരിക്കുകയാണല്ലോ കുഞ്ഞെ. ഈ ഒരു ധാരണ കൊണ്ട് എനിക്ക് നിന്നെ പിന്നെ എങ്ങനെ മുന്നോട്ടിനി വളർത്താൻ പറ്റും? താഴ്മ ധരിക്കാതെ സ്വയം എന്തൊക്കെയോ ആയെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു വല്ലാത്ത ഒരു ചിന്താധാര കർത്താവിന് വലിയ സങ്കടമാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ചില ആൾക്കാർ നമ്മൾ പറയും, എനിക്കറിയാം നിങ്ങൾ എന്നാ പറയാൻ പോകുന്നത് എനിക്കറിയാം. പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന ആ കാര്യം ആയിരിക്കത്തില്ല. അവർ പറയും എനിക്കറിയാം. അങ്ങനെയുള്ള ഒരാളോട് നമുക്ക് പിന്നെ കൂടുതൽ സംസാരിക്കാൻ തോന്നുകയല്ല. കാരണം അവരൊന്നും മുഴുമിപ്പിക്കാൻ സമ്മതിക്കുകയല്ല, ഇടയ്ക്ക് കയറി സംസാരിച്ച് കളയും. നമ്മൾ പറയുന്ന ശ്രദ്ധയോടെ അവർ കേൾക്കുകയല്ല. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാകില്ല. പക്ഷെ എന്നിട്ടും അവർ പറയും എനിക്കറിയാം. ഇങ്ങനെ കർത്താവിനോട് എനിക്കറിയാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പരിശുദ്ധാത്മാവിനോട് എനിക്കറിയാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ദൈവവചനത്തോട് എനിക്കെല്ലാം ഇപ്പോൾ അറിയാം, നന്നായിട്ട് എനിക്കറിയാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമുക്കൊന്നും ആകാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാം ഒരു കടലിൻ്റെ ഒരു കോണിൽ മാത്രം നിന്നുകൊണ്ട് ഒരു തുള്ളി ഉപ്പുവെള്ളം രുചിച്ചിട്ട് ഞാൻ കടലിൻ്റെ അടിത്തട്ട് കണ്ടെന്ന് പറയുന്ന ഒരു തലത്തിലാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കരയിൽ നിന്ന് എത്ര തിരമാല എണ്ണിയാലും കടലിൻ്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കടലിനെ സൃഷ്ടിച്ചവനെ പിന്നെ എങ്ങനെ മനസ്സിലാക്കും? ആ ദൈവകൃപ എങ്ങനെ നമ്മൾ തിരിച്ചറിയും ഇന്ന്? അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഓരോ ആത്മീയ അനുഭവങ്ങളും അതിൻ്റെ പൂർണ്ണതയല്ല എന്നുള്ളത് ദയവായിട്ട് തിരിച്ചറിയണം. പൗലോസ്ലീഹ ഇതിൽ നല്ല ബോധവാനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അംശമായിട്ട് മാത്രം നാം അറിയുന്നു, അംശമായിട്ട് മാത്രം നാം പ്രവചിക്കുന്നു. ആ എല്ലാ മനുഷ്യരിലും ഞാൻ ആണ് ഏറ്റവും കുറവുള്ള പാപിയായ മനുഷ്യൻ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇങ്ങനെയുള്ള ഒരു നിലയിലേക്ക് ഒരു മനുഷ്യൻ്റെ അകത്ത് ദൈവസന്നിധിയിലുള്ളൊരു ഹംബിൾനെസ്, മനുഷ്യരുടെ മുമ്പിൽ നാടകമായിട്ട് കാണിക്കുന്ന ഈ ഒരു വല്ലാത്ത പൊങ്ങച്ചം പിടിച്ച താഴ്മയെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഈ പൊങ്ങച്ചം പിടിച്ച താഴ്മ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചിലർ ഭയങ്കര താഴ്മ കളിക്കും, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആത്മാർത്ഥമായും ദൈവം മുമ്പാകെ ഞാൻ ഇതാണ് കർത്താവ് എന്നുള്ള തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതാണ് യാഥാർത്ഥ വളർച്ചയുടെ ലക്ഷണം. അത്ഭുതത്തിൻ്റെ തുടക്കം അവിടെയാണ്. സത്യത്തിൽ ഈ ഒരു ധാരണ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ഉള്ളത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ഈ പാപികളാണെന്നും കൊള്ളുവില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയേക്കുന്ന കുറേ ആൾക്കാരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറയാം. പണ്ട് ഗണികയായൊരു സ്ത്രീ, അതായത് അസന്മാർഗികമായ നിലയിൽ മാത്രം ഉപജീവനം കഴിക്കുന്ന ഒരു സാധുവായ സ്ത്രീ, അവർ താമസിക്കുന്ന ഒരു വീടിൻ്റെ ഒരു മുറിക്ക് തൊട്ടപ്പുറത്ത് ഒരു ആശ്രമം ഉണ്ടായിരുന്നു, ഒരു ആശ്രമം. അപ്പോൾ ഈ ആശ്രമത്തിൽ ഒരു സന്യാസി ജീവിക്കുന്നുണ്ട്. അന്നേരം ഈ സ്ത്രീയെ കാണാൻ പല ആൾക്കാർ ഇങ്ങനെ വരും പോകും. ഇദ്ദേഹം അപ്പുറത്ത് ധ്യാനവും പരിപാടിയൊക്കെയാണ്. ഇവർ രണ്ടുപേരും മരിച്ച് സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെന്നപ്പോഴേക്കിനും ഈ താപസനോട് പറഞ്ഞു ഇവിടെ കയറണ്ട, തൻ്റെ പേര് ഇവിടെ ഇല്ല. അപ്പോൾ ഈ ഗണികയായ സ്ത്രീയോട് പറഞ്ഞു നിനക്ക് ഇവിടേക്ക് സ്വാഗതം. അന്നേരം പെട്ടെന്ന് ഈ അദ്ദേഹം പറഞ്ഞു തെറ്റിപ്പോയി, നിങ്ങൾക്ക് എൻ്റെ പേര് കാണുന്നത്, ആ സ്ത്രീയുടെ പേരിനകത്തുണ്ടാകാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് ദൂതൻ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇല്ല, നിങ്ങളുടെ പേരില്ല. അന്നേരം അങ്ങനെ പറ്റത്തില്ലല്ലോ, ഞാനാണ് ഇത്രയും കാലം നന്നായിട്ട് ജീവിച്ചത്, ഞാനാണ് നല്ല ആത്മീയനായിട്ട് ജീവിച്ചതെന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ബഹളം വെച്ചു. ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാലാഖമാരുടെ ഇടയിൽ കിടന്ന ഒരാൾ തർക്കിക്കുന്ന വെച്ച് കേട്ട് ദൈവം ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം ചോദിച്ചു എന്ത് പറ്റി?
അന്നേരം ദൈവത്തോട് ഇദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നല്ല മര്യാദയ്ക്ക് ജീവിച്ച ഒരാളാണ്. ഇപ്പം ഇവിടെ വന്നപ്പം ഈ ദൂതൻ പറയുന്നത് എൻ്റെ പേരകത്തില്ല, എന്നെ അങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ലെന്ന്. ഇതെന്ത് പരിപാടിയാണെന്ന് എനിക്കിപ്പോൾ അറിയണം. അന്നേരം പെട്ടെന്ന് ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് സംശയം ദൂരീകരിച്ചു കൊടുത്തു. അതെങ്ങനെയാണ്? നീ തപസ്സിലും ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആത്മീയനായിട്ട് തന്നെ നാട്ടുകാരുടെ മുമ്പിൽ കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ അങ്ങനെ കഴിയുമ്പോഴും നീ ഇരുന്ന മുറിയുടെ തൊട്ടപ്പുറത്തെ ഒരു മറയ്ക്കപ്പുറത്ത്, ആ മറയുടെ അപ്പുറത്ത് ആ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നിന്റെ മനസ്സിനകത്ത് മുഴുവൻ നിറഞ്ഞു നിന്നത്. പക്ഷേ ആ സ്ത്രീയുടെ മനസ്സാകെ സങ്കടപ്പെട്ടും കുറ്റബോധം കൊണ്ട് നിറഞ്ഞും പാപബോധം കൊണ്ട് നിറഞ്ഞും എന്നോട് ഇത് ക്ഷമിക്കണമേ എന്നുള്ള നിലവിളിയോട് നിറഞ്ഞുമൊക്കെയാണ് അവൾ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ ചുരുക്കത്തിൽ ഒരാൾ ശരീരം കൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ മറ്റേയാൾ മനസ്സുകൊണ്ട് തെറ്റ് ചെയ്യുകയാണ്. ഒരാൾ മനസ്സുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ മറ്റേയാൾ ശരീരം കൊണ്ട് തെറ്റുകൂടാതിരിക്കുന്നു. ചുരുക്കത്തിൽ രണ്ടുപേരും ഒരുപോലെ കൊള്ളുവരാത്തവരായിപ്പോയി. എന്നാൽ ഒന്നുകൂടെ ഹൃദയനുറുക്കത്തോടുകൂടെ ദൈവത്തെ സമീപിച്ച ആ സ്ത്രീക്ക് പുണ്യം കിട്ടിയെന്നാണ് ആ കഥ പറയുന്നത്. ഇതൊരു കഥ മാത്രമാണ്, പക്ഷെ ആ കഥയ്ക്കകത്ത് കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നാം ദൈവസന്നിധിയിൽ പലപ്പോഴും അടുത്ത് വന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ ആയി എന്നൊക്കെ നിരൂപിക്കുന്ന ആ നിരൂപണങ്ങൾ പൊട്ടത്തെറ്റാ പ്രിയപ്പെട്ടവരെ. അങ്ങനല്ല. പലപ്പോഴും സാധാരണക്കാരായ മനുഷ്യർക്ക് ആത്മീയരെ കാണുമ്പോൾ, അയ്യോ, നിങ്ങൾ ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നത്, എനിക്ക് എത്രത്തോളം ആകാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ധാരണയുണ്ട്. സത്യത്തിൽ അവരുടെ ജീവിതത്തിലെ ആത്മീക വിജയത്തിൻ്റെ കാരണം ആ ധാരണയാണ്. തങ്ങളുടെ ആത്മീക നിലവാരത്തെക്കുറിച്ച് അവർക്ക് തന്നെ ബോധ്യമുണ്ടാകുന്നു. ഞാനൊരു ചിന്തകൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന ഒരു മാനസിക നില തെറ്റിപ്പോയ ഒരാളെ താനൊരു ഭ്രാന്തനാണെന്ന് തിരിച്ചറിയുന്ന ദിവസം സ്വതന്ത്രനാക്കാന്ന്. അതായത് എന്താണ് അതിൻ്റെ കാരണം? ലോകത്ത് ഇന്ന് വരെയും ഒരു മാനസിക വൈകല്യമുള്ള ആളും തനിക്ക് അത്തരത്തിൽ രോഗമുണ്ടെന്ന് അംഗീകരിക്കില്ലത്രേ. ഒരാൾക്ക് അങ്ങനെ അംഗീകരിക്കാൻ തക്ക വിധം ഒരു മാനസികമായ ഒരുക്കം ഉണ്ടായാൽ, പക്വത ഉണ്ടായാൽ അയാൾ നോർമലായെന്നാണ് അതിൻ്റെ അർത്ഥം. അയാളെ പിന്നെ നമുക്ക് ആ സെല്ലിൽ നിന്ന് അഴിച്ചുവിടാമെന്നാണ് ആ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ചിന്ത ആത്മാവിൽ ദരിദ്രൻ ആരെന്നുള്ളതാണ്. ഞാൻ ദൈവത്തെ കൂടാതെ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്നയാൾ, ഞാൻ ഒന്നും ആയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് കണ്ടെത്തുന്ന ആൾ, പരിശുദ്ധനായ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും സ്വയം വളരുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കാം, പക്ഷെ അതിലൊരു കാര്യം പോലും എനിക്ക് യേശുവിനെ കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, എനിക്ക് എന്തെങ്കിലും ഒന്ന് ആയിത്തീരണമെങ്കിൽ, എനിക്കൊരു ചൂട് മുന്നോട്ട് വെക്കണമെങ്കിൽ എനിക്ക് എൻ്റെ യേശുവിനെ കൂടിയേ പറ്റൂ. ഈ ഒരു തിരിച്ചറിവ് ആരുടെ ഉള്ളിൽ നിറയുന്നുവോ ആ വ്യക്തിയെ ദൈവവചനം ആത്മാവിൽ ദരിദ്രനും ഭാഗ്യം നിറയപ്പെട്ട സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയുമായി വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഈ ദൈവവചനം ഇത്രയും മനസ്സ് വെച്ച് ലളിതമായി കേട്ടവരോട് ഞാനൊരു വാക്ക് പറയുന്നു. നിങ്ങളുടെ വിഷയം പരിഹരിപ്പാൻ ആവശ്യമായിരിക്കുന്ന വിശ്വാസമോ ദൈവകൃപയോ അഭിഷേകമോ ഇപ്പോൾ നിങ്ങൾക്കില്ലായിരിക്കാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ആ ബോധ്യം, ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്താണ് പാസ്റ്റർ പറയുന്നത്? പറഞ്ഞു തരാം. കർത്താവേ, മറ്റുള്ള പലരെയും പോലെ എനിക്ക് വലിയ ആത്മശക്തിയില്ല, എനിക്ക് അവിടെയും കൂടെ നിന്റെ ശക്തി ഉണ്ടായേ മതിയാകൂ, അങ്ങനെ സഹായിച്ചേ മതിയാകൂ. എനിക്ക് മറ്റുള്ളവരോളം വിശുദ്ധി പോരാ, കുറവുകളാണ് എനിക്കുള്ളത്, അവിടെയും അങ്ങനെ സഹായിച്ചേ മതിയാകുകയുള്ളൂ. കർത്താവെ, മറ്റുള്ളവരോളം എനിക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ബലമൊന്നുമില്ല, അവിടെയും അങ്ങനെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തെ നിരുത്തരവാദിത്വപരമായി അയാൾ കാണുന്ന സ്വന്തം ജീവിതത്തിൻ്റെ പാളിച്ചകളെയും മേഖലകളെയും ഒപ്പം സ്വന്തം വൈകല്യങ്ങളെയും, ഇങ്ങനെ ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ ആത്മപരിശോധന ചെയ്തിട്ട് ന്യൂനതകൾ എണ്ണി എണ്ണി ദൈവത്തോട് പറഞ്ഞിട്ട് അങ്ങനെ സഹായിച്ചേ പറ്റൂ എന്ന് ഏറ്റുപറയുന്ന ഒരാൾക്ക് കരുണയുടെ കടലിളകി വരുന്ന കാഴ്ച കാണാൻ കഴിയും. ദയ മഴ പോലെ പെയ്യുന്നത് കാണാനും ആ മഴയിൽ നനയാനും അവസരമുണ്ടാകും. അശക്തരെ ബലവാനാക്കുന്ന ദൈവത്തിൻ്റെ കൃപ എത്ര മാത്രം വലിയതാണെന്ന് അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രം ഇന്ന് രുചിച്ചറിയാൻ പറ്റും. കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പലരേക്കാളും ദൈവത്തെ വിശ്വസിക്കുന്നു. വിശുദ്ധരെന്ന് സ്വയം കരുതുന്ന പലരേക്കാളും നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയെ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നടക്കണമെങ്കിൽ അത് ദൈവം തുനിഞ്ഞാലേ സാധിക്കൂ.
കർത്താവ് മനസ്സ് വെച്ചാലേ പറ്റൂ. എൻ്റേതായ ഏരിയകളെല്ലാം വീക്കാണ്. ഇന്ന് കർത്താവ് മൈൻഡ് വെച്ചാലേ ഈ കാര്യം നടക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത ആർക്കുണ്ടോ അവരെ തേടി നസ്രായൻ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കഠിനമായ ജീവിതത്തിൻ്റെ അഗ്നി പരീക്ഷണ വേദികൾ നിങ്ങളെ സഹായിക്കുന്ന യേശുവിൻ്റെ കടന്നുവരവിനാൽ ഇത് ധന്യമാകും. നിങ്ങളുടെ 100 ആവശ്യങ്ങൾ, നിങ്ങളുടെ സ്വന്തം അസ്തിത്വം ക്രിസ്തുവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ തിരിച്ചറിവിൻ്റെ പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾക്ക് വിധേയമായി മാറും. പലപ്പോഴും ഞാൻ എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പോലെ ലോകത്തിൽ വേറെ ആരും ഉപയോഗിക്കപ്പെടുകയില്ല. നമുക്കുള്ള ആത്മീകമായ അവബോധങ്ങളും ഔന്നിത്യങ്ങളും എന്തൊക്കെയോ ആയെന്നൊക്കെയുള്ളതായ തോന്നലുകളും ചിന്തകളും ഒന്നുമായിട്ടില്ലെന്നുള്ള വ്യക്തമായ തിരിച്ചറിവിൻ്റെ ബോധ്യം നമുക്ക് പകരേണ്ടതിന് കർത്താവ് തന്നെ ഉടച്ചു കളയാൻ പലപ്പോഴും ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ വരുന്ന ചില തിരിച്ചറിവിൻ്റെ ആത്മപരിശോധനയുടെ വേദികളിലാണ് നമ്മൾ ദൈവത്തിൻ്റെ കരുണയുടെ ശക്തിയും കൃപയുടെ ശക്തിയും തിരിച്ചറിയുന്നത്. നീ നിൽക്കുന്നതല്ല, ഞാൻ നിന്നെ നിർത്തുന്നതാണ്. നീ ഇങ്ങനൊന്നും ആകുന്നതല്ല, ഞാൻ നിന്നെ രൂപപ്പെടുത്തുന്നതാണ്. ഞാനിപ്പോൾ നല്ലൊരു പാത്രമായെന്ന് അവകാശപ്പെട്ട് ചക്രത്തിലിരിക്കുന്ന കളിമണ്ണിനെ പോലെ നമ്മൾ വീമ്പിളക്കുമ്പോൾ കുശവൻ നമ്മളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ ഇതുവരെയും ചൂളയ്ക്കകത്ത് വെച്ചിട്ടില്ല, ഇതുവരെയും നിന്റെ മിനുക്കുപണികൾ ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല, നിന്റെ അലങ്കാരപ്പണികൾ ഇനിയും എനിക്ക് പൂർത്തീകരിക്കാനേ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയോ എത്തുന്നതിന് മുമ്പ് നാം എന്തൊക്കെയോ ആയെന്നുള്ളതായ ചിന്തകൾ നമ്മുടെ വലിയ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാണ്. താഴാം, സമ്മതിക്കാം, തിരിച്ചറിയാം. കൂടുതൽ വ്യക്തമായ അവബോധത്തോടുകൂടെ ക്രിസ്തുവിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്താം. ഇന്ന് രാവിലെ നസ്രായൻ പറയുന്ന ആ വാക്കിനെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ പ്രവചനദൂത് നമുക്ക് ആമേൻ പറഞ്ഞ് നിർത്താം. അതേ കർത്താവേ, അങ്ങ് പറഞ്ഞ ആത്മാവിലെ ദരിദ്രൻ ഞാനാണ്. ആ വ്യക്തി ഞാനാണെന്ന് അംഗീകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആത്മാവിൽ സമ്പന്നനാകാൻ കൊതിക്കും തോറും എൻ്റെ ന്യൂനതകളാലും എൻ്റെ കുറവുകളാലും അങ്ങയുടെ വലിപ്പത്താലും ഞാൻ എത്രയോ ചെറുതാണെന്ന് ഞാൻ ഇങ്ങനെ കണ്ടെത്തി പോകുന്നു. ഈ ചെറിയ കടുകുമണിയെ വൃക്ഷമാക്കി തീർക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അത്ഭുതം എൻ്റെ മേൽ അങ്ങ് രൂപപ്പെടുത്തണമേ. കടുക് കുഴിച്ചിട്ടാൽ ഒരിക്കലും മരം കിളുക്കുകയല്ല, കടുക് ചെടിയേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ യേശു ആ കടുകിനെ തൊട്ടാൽ ആ കടുക് മരമായി മാറും. അങ്ങനാണെന്നുണ്ടെങ്കിൽ പരിധികൾക്കപ്പുറത്തുള്ള വളർച്ച നമ്മുടെ മേൽ തരുന്ന ദൈവരാജ്യത്തിൻ്റെ ഈ വിശാല അനുഗ്രഹം നമുക്ക് അവകാശമാക്കാൻ കർത്താവായ യേശുവിലുള്ള പുതുമയുള്ള ജീവിത വളർച്ചയ്ക്ക് വേണ്ടി ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് ഒരാളൊരിക്കൽ കരഞ്ഞു. ആ വ്യക്തിയോട് എന്നാ പൊക്കോ, ഞാൻ വേറെ ആളെ കണ്ടോളാമെന്ന് ദൈവം പറഞ്ഞില്ല. അയാളെ ദൈവം അഗ്നിയാൽ സ്പർശിച്ചു വലിയ പ്രവാചകനാക്കി. എനിക്ക് തടിച്ച നാവാണുള്ളതെന്ന് ഒരാൾ ദൈവത്തോടൊരിക്കൽ പറഞ്ഞു. നയരാംവണ്ണം സംസാരിപ്പാൻ എനിക്ക് അറിയില്ല എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. സാരമില്ല, നിന്റെ നാവിൻ്റെ കൂടെ ഞാൻ ഇരുന്നു കൊള്ളാം. ഇത് ദൈവം അയാൾക്ക് ഉറപ്പ് നൽകി. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, ദൈവം അങ്ങ് എന്നെ വിട്ടു പോകണമെന്ന് കാലേ വീണ് പണ്ടൊരാൾ പറഞ്ഞു. എന്നാ ശരി, ഞാൻ വേറെ ആളെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയില്ല. ആ വീണ് കിടന്ന് കൊള്ളുവേലെന്ന് പറഞ്ഞവനെ എല്ലാവരെക്കാളും കൊള്ളാവുന്നവനാക്കി തൻ്റെ അപ്പോസ്തോലിക ദൗത്യത്തിൻ്റെ താക്കോൽക്കാരനും തലവനുമാക്കി ആ ശീമോനെ പത്രോസാക്കിയ യേശുവാണ് ഇന്ന് രാവിലെ നമ്മളെ കാണുന്നത്. നമുക്ക് വലിയ പ്രാർത്ഥനയുടെ ബലം ഇന്ന് രാവിലെ ഇല്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ദൈവം ബലവാനാണെന്നുള്ള തിരിച്ചറിവ് മതി. നമുക്ക് വലിയ യോഗ്യതകളില്ലായിരിക്കാം, പക്ഷേ നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവിടുന്ന് യോഗ്യനാണെന്നുള്ള ബോധ്യം ധാരാളമാണ്. നമ്മിൽ നിന്നും മാറി ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി ബോധത്തിലേക്ക് ഇന്ന് രാവിലത്തെ ദൈവിക ദൂതിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നു. അതുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് ഇന്ന് രാവിലെ ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ആരാധ്യനും പരിശുദ്ധനും ബലവാനുമായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ രക്ഷകനായ യേശു ഇല്ലെങ്കിൽ ഞങ്ങളൊന്നുമില്ല. കർത്താവായ യേശുവിനെ കൂടാതെ ഞാൻ ശുശ്രൂഷിപ്പാൻ ശക്തനല്ല. യേശുവിനെ കൂടാതെ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുകയില്ല. യേശുവിനെ കൂടാതെ ഞങ്ങൾക്കിന്ന് ഞങ്ങളുടെ ഒരു ചെറിയ കാര്യം പോലും, ജോലി പോലും പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ അറിയുന്നു, ഞങ്ങളോട് വാക്ക് പറഞ്ഞ യേശു
എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. അതേ കർത്താവായ യേശുവേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല, ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കർത്താവേ, ആരാധ്യനായ അങ്ങയിൽ ഞങ്ങൾ ശരണം വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള തിരുഭുജത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണ നീട്ടണമേ, സഹായം അയക്കണമേ. മഹാകർത്താവേ, അങ്ങയുടെ ദയ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണമേ. ലോകമെമ്പാടും ഇന്ന് രാവിലെ ദൈവാലോചന കേട്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന സകലരെയും ദൈവം സ്പർശിക്കണം. സകലരെയും കർത്താവ് തൊടണം. എല്ലാ പ്രയാസങ്ങളെയും ദൈവം എടുത്തു മാറ്റണം. സകല ക്ലേശങ്ങളെയും കർത്താവ് ദൂരീകരിച്ച് കളയണം. ആത്മാവിൽ കൃപ പകർന്ന് ഞങ്ങളെ നയിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനത്തിനും വലിയ സ്വസ്ഥതയ്ക്കും ഐശ്വര്യത്തിനും കാരണമാക്കി ദൈവം തീർക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരുണയും കൃപയും നിറഞ്ഞ കർത്താവേ, രോഗികളായി ഇന്ന് രാവിലെ ഭാരപ്പെടുന്ന എല്ലാവരുടെ മേൽ സൗഖ്യത്തെ അയക്കണമേ. ബന്ധിതരും മർദ്ദിതരുമായി ഭാരപ്പെടുന്ന സകലരും സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. സാമ്പത്തിക ഐശ്വര്യത്തിന്റെ വാതിലുകൾ ഇന്ന് രാവിലെ തുറന്നു കൊടുക്കണമേ. എല്ലാവരെയും ചേർത്ത് പിടിക്കണമേ. കർത്താവിൻ്റെ കരത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് IMA ഹാളിൽ വെച്ച് നമ്മുടെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നു. സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.